നമസ്കാരം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചെറുപ്പക്കാർ 35 വയസ്സ്, 42 വയസ്സൊക്കെയുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒരുപാട് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. രാവിലെ നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ല ഒരാൾ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഓണാഘോഷ വേളയിൽ ഡാൻസ് ചെയ്യുമ്പോൾ വീണ് മരിക്കുന്നു. അപ്പോൾ ഇവരിൽ മിക്കവരും ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു ഭയമാണ് ആൾക്കാർക്ക്. ഇതിന് നല്ല വാർത്താ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരികയാണ്, ഇത് എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള ഈ മരണങ്ങൾ സംഭവിക്കുന്നത്? ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന മരണങ്ങളായിരുന്നുവോ, അതോ ഇതങ്ങനെ തന്നെ സംഭവിക്കുന്നതാണോ? അതിനുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക, കാണുക, പ്രയോജനപ്പെടും. നമുക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് കാർഡിയക് അറസ്റ്റ്, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഹെമറേജ്, രക്തസ്രാവം, ബ്രെയിനിലും മറ്റ് രക്തസ്രാവം ഉണ്ടാകുന്നത്, ഹൃദയത്തിൻ്റെ മിടിപ്പിൽ വരുന്ന വ്യതിയാനങ്ങൾ, അതായത് കാർഡിയക് അറിത്മിയാസ്, അതുപോലെ നമ്മൾ അറിയപ്പെടാത്ത വിധത്തിലുള്ള ചില ഹൃദ്രോഗങ്ങൾ, അത് കാർഡിയോമയോപ്പതി എന്നൊക്കെ നമ്മൾ പറയും. അതും തന്നെ പല വിധത്തിലാകാം. നമ്മൾ റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് ഹെൽമറ്റ് വയ്ക്കുന്നു, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നു, എയർ ബാഗുള്ള ഒരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എങ്കിൽ മരണങ്ങൾ തടയുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അങ്ങനെയാണെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ പോലും 99% അവസരങ്ങളിലും മരണങ്ങൾ തടയുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള ഈ മരണങ്ങളും നമുക്ക് 99% നമുക്ക് തടയുവാൻ സാധിക്കും. അതെങ്ങനെ? ഒന്ന്, നന്നേ ചെറുപ്പത്തിൽ തന്നെ ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങണം. ആ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു ഡോക്ടറെ പോയി ഒരു കൺസൾട്ടേഷൻ കാണുകയല്ല. നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടായെങ്കിൽ ആ രോഗങ്ങൾ നേരത്തെ വരുവാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അതുകൂടാതെ ഒരു 20-25 വയസ്സാകുമ്പോൾ തന്നെ ഹാർട്ടിൻ്റെ ഒരു എക്കോ നടത്തുക, ECG എടുക്കുക. അതുപോലെ നമുക്ക് എക്സസൈസ്, ട്രെഡ്മിൽ ടെസ്റ്റുകളൊക്കെ ആവശ്യമാണെങ്കിൽ അതും ചെയ്യുക. ഇതെല്ലാം കുടുംബ ഡോക്ടർ, ഒരു വിദഗ്ധനായ ഡോക്ടറുടെ സഹായത്തോടു കൂടിയാവണം ചെയ്യേണ്ടത്. നമുക്ക് എക്സസൈസ് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് ജന്മനാ തന്നെ ചില വ്യത്യാസങ്ങൾ ഹൃദയത്തിലുണ്ടാകാം. അത് ചിലപ്പോൾ ഹൃദയത്തിൻ്റെ സ്ട്രക്ചറിലാകാം, അല്ലെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ഇലക്ട്രോ ഫിസിയോളജിയിലാകാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്ക് ചില എക്സസൈസിന് ലിമിറ്റേഷൻസ് കാണും. അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. ഹെവി എക്സർഷൻ ചിലപ്പോൾ പാടില്ലായിരിക്കാം, അല്ലെങ്കിൽ വിശ്രമിച്ചിരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കാൻ പാടില്ലായിരിക്കാം. അല്പാൽപമായിട്ട് മാത്രം എസ്കലേറ്റ് ചെയ്യുന്ന വിധത്തിലാണെങ്കിൽ സേഫായിരിക്കാം. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ വേറൊന്ന്, നമ്മൾ സൗത്ത് ഏഷ്യൻസ് അല്ലേ? ഈ സൗത്ത് ഏഷ്യൻസ് എന്ന് പറയുന്നത് ഈ ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് കൊളസ്ട്രോള്, ഹൃദ്രോഗ സാധ്യത, ഡയബറ്റീസ് കാരണമുള്ള ഹൃദ്രോഗങ്ങൾ, ഇതെല്ലാം 10 മടങ്ങ് കൂടുതലാണ്. 3 to 4 times മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. അപ്പം നമ്മൾ പ്രോആക്റ്റീവായിട്ട് ഇതൊക്കെ തടയുവാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. കൊളസ്ട്രോളിൻ്റെ മരുന്ന് ആവശ്യമാണെങ്കിൽ കഴിക്കണം. ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട്, അവർ BP നോക്കും, കൊളസ്ട്രോൾ നോക്കും, പക്ഷേ മരുന്നുകൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 10 ദിവസം കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുന്ന ചിലപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ പറഞ്ഞിട്ടായിരിക്കും. നിനക്ക് ഒരു അസുഖമില്ലാതെ എന്തിനാണ് ഈ മരുന്ന് കഴിക്കുന്നത്, ഇത് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും. ഒന്ന് ഓർക്കുക, ഈ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഈ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 100-200 വർഷങ്ങൾക്ക് മുൻപ് വരെ മനുഷ്യൻ്റെ ആയുസ് 30 വയസ്സ് പോലും ഇല്ലായിരുന്നു. ശരാശരി മനുഷ്യൻ്റെ ആയുസ് 28 വയസ്സായിരുന്നു. മറന്നു പോകരുത്. നമ്മൾ ഈ സഞ്ചരിച്ച വഴി മുഴുവൻ മറന്നിട്ടാണ് അശാസ്ത്രീയമായ ചികിത്സാവിധികൾക്ക് പിന്നാലെ നമ്മൾ പോകുന്നത്. പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാവിധികളും ഫലപ്രദമായ ചികിത്സാവിധികളും വന്നത് ഈ അടുത്തിടയ്ക്കാണ്. അതിനു മുൻപ് വരെ മനുഷ്യ ആയുസ്സില്ലായിരുന്നു. ഈ 30 വയസ്സിന് ശേഷമുള്ള ആയുസ്സെല്ലാം ബോണസാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ഡയറ്റും അതുപോലെ എക്സസൈസ് ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് BP-യുടെ മരുന്ന്, കൊളസ്ട്രോളിൻ്റെ മരുന്ന്, ഡയബറ്റിസ് ചികിത്സിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള രോഗമാണ്. എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, എല്ലാം കൺട്രോൾഡാണ്. അങ്ങനെയല്ല.
അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൺട്രോൾ കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ നിലനിർത്തുവാനും വളരെ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ അല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സഡൻ ഡെത്തുകൾ, അതിന് മുമ്പ് നമുക്കതിൻ്റെ സൂചന പോലും കിട്ടില്ല. അതെല്ലാം സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്നായിരിക്കും മരണമൊക്കെ സംഭവിക്കുന്നത്. അതെല്ലാം നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും, നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് സമയം കണ്ടെത്തുക. കുഴഞ്ഞു വീണ് മരിച്ച ഒരു യുവാവിൻ്റെ കഥ ഞങ്ങൾക്ക് ലഭിച്ചു. അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ട് എന്നൊരു ഡോക്ടർ കണ്ടെത്തി മരുന്നുകൾ തുടങ്ങി. പക്ഷേ എന്തൊക്കെ കാരണങ്ങളാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരാവശ്യമില്ലാതെ എന്തിന് മരുന്നുകൾ കഴിക്കുന്നു എന്ന് കരുതി ആ ഔഷധങ്ങൾ അദ്ദേഹം നിർത്തലാക്കുകയാണ് ചെയ്തത്. ബ്ലഡ് പ്രഷറിന് വേണ്ടി മരുന്നുകൾ കഴിക്കുന്നവരിൽ 50% പോലും BP നോർമലായിട്ടല്ല നിലനിൽക്കുന്നത്. ഡയബറ്റീസിന് ചികിത്സ സ്വീകരിക്കുന്ന ആൾക്കാരിൽ 85-90% ആൾക്കാരിലും ഡയബറ്റീസിൻ്റെ പല ഘടകങ്ങൾ, ഗ്ലൂക്കോസ് വേരിയബിലിറ്റി, ടൈം ഇൻ റേഞ്ച്, LDL കൊളസ്ട്രോൾ, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതൊന്നും നിയന്ത്രണ വിധേയമല്ല. നമുക്ക് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്, നമുക്ക് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയോ അല്ലെങ്കിൽ വാൽവുലാർ ഹാർട്ട് ഡിസീസോ സുഷിരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടക്ഷൻ ഡിഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിൻ്റെ ചികിത്സ തേടുക. നമുക്ക് ഏതൊക്കെ എക്സസൈസ് എത്രയൊക്കെ ആകാമെന്ന് മനസ്സിലാക്കി അത്രമാത്രം ചെയ്യുക. അല്ല, നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെട്ടെന്നുള്ള ഹൃദയാഘാത മരണങ്ങൾക്ക് സാധ്യതയുള്ള ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഡയബറ്റിസ്, അമിതവണ്ണം, ഇതൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഫലപ്രദമായിട്ട് ചികിത്സിക്കുക. ഡോക്ടറുടെ അറിവ് കൂടാതെ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ നിർത്തുകയോ അരുത്. സ്വയം ലാബ് പരിശോധന നടത്തി ഏതെങ്കിലും ഒരു ഘടകം നോർമൽ എന്ന് കാണുമ്പോൾ, എൻ്റെ വൈറ്റമിൻ ഡി നോർമലായി, ഇന്ന് വൈറ്റമിൻ ഡി നിർത്താം, എൻ്റെ കൊളസ്ട്രോൾ നോർമലായി, ഇനി സ്റ്റാറ്റിൻ സ്റ്റോപ്പ് ചെയ്യാം, എൻ്റെ ഗ്ലൂക്കോസ് നോർമലായി, ഇനി ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള വിഡിത്തങ്ങളൊന്നും ഇനി മേലാൽ ആവർത്തിക്കരുത്. നമ്മൾ മലയാളികൾക്ക് സംഭവിക്കുന്ന അബദ്ധം, എത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ട് എങ്കിലും ഇതുപോലെ കാട്ടുന്ന വിഡിത്തങ്ങളാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അഡിക്വേറ്റ് സ്ലീപ്പ്, 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള നല്ല ഉറക്കം ആവശ്യമാണ്. 2 പറയുന്നത് സ്ട്രെസ്സ്, ഭയങ്കര സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് ഹോർമോൺസ്, കാറ്റക്കോളമൈൻസ്, ഇതെല്ലാം നമുക്ക് എക്സസൈസ് ചെയ്യുന്ന വേളയിൽ നമ്മൾ പെട്ടെന്ന് ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് എക്സസൈസൊക്കെ ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ ശ്രമിക്കുമ്പോഴത്തേക്ക് മരണങ്ങൾക്ക് കാരണമാകാം. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഒരു എൻവയറമെൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഹൃദ്രോഗ സാധ്യത ഉള്ള ഒരാളാണെങ്കിൽ, അത് നമുക്ക് അറിയാനേ കഴിയില്ല. അതായത് നമ്മൾ പ്ലാക്ക് എന്നാണ് പറയുന്നത്. പ്ലാക്ക് പെട്ടെന്ന് റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൃദയധമനികൾ പെട്ടെന്ന് ബ്ലോക്കായി പോകും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, മലയാളികൾക്കിടയിൽ 2-3 രോഗങ്ങൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ചികിത്സ ഏകദേശം പരിപൂർണമായിട്ടും പരാജയമാണ്. ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ. ഈ ചികിത്സ പരാജയപ്പെടുന്നതിൻ്റെ കാരണം, എനിക്ക് യാതൊരു രോഗലക്ഷണവുമില്ലല്ലോ, എന്തിന് ഹെൽത്തി ആയിട്ടുള്ള ഞാൻ മരുന്നുകൾ കഴിക്കണം, എന്തിന് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം, എന്തിന് കൂടെ ഡോക്ടർമാരെ കാണണം. ഇതാണ്, ഈ തെറ്റിദ്ധാരണയാണ് നമ്മൾ തിരുത്തേണ്ടത്. എങ്കിൽ മാത്രമേ ഈ പ്രിവെൻറ്റബിൾ ഡെത്ത്സ്, അതിൻ്റെ സാധ്യതകൾ നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് അത് ഒഴിവാക്കുവാൻ കഴിയുകയുള്ളൂ. ആയുസ്സ് നമുക്ക് ദീർഘിപ്പിക്കുവാൻ സാധിക്കും. അത് ഹെൽത്തി ഡയറ്റ് ആൻഡ് എക്സസൈസോട് മാത്രമല്ല, അതിന് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് വേണം, ആവശ്യമാണെങ്കിൽ മരുന്നുകൾ വേണം. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചത്. അത് മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.